ഹലോ അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കൂന്തൽ നിറച്ചത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 5-6 പീസ് ചെറിയുള്ളിയും പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകവും ഇതൊക്കെ കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ളത് കുറച്ച് റൈസ് ഫ്ലോർ ആണ്. ഞാനിവിടെ നിറബറേൻ്റെയാണ് യൂസ് ചെയ്തത്, കാരണം എനിക്കത് കിട്ടിയിട്ടുള്ളൂ. നിങ്ങളെ കയ്യിൽ ഏതാണോ റൈസ് ഫ്ലോർ ഉള്ളത് അത് യൂസ് ചെയ്യാം. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കി ശേഷം കുറച്ചും കൂടി വെള്ളം ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ശരിക്കും നമ്മൾ ഈ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ ഈ അടക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ഏകദേശം അതേപോലൊക്കെ തന്നെ. പിന്നെ ഓവറായിട്ട് വെള്ളമാക്കണ്ട. ഓവറാക്കി കഴിഞ്ഞാൽ പിന്നെ കൈമൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കൂന്തലിലേക്ക് ഓരോന്നോരോന്നായിട്ട് അത് നിറച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഹോൾസിലേക്ക് നമ്മൾ അരി ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഫില്ല് ചെയ്യുന്ന നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതിൽ നിറയെ ഫില്ല് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ കൂന്തളൊന്ന് ചുരുങ്ങും. അപ്പോൾ പിന്നെ അരി ഓവറായി കഴിഞ്ഞാൽ ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അരി ഫില്ല് ചെയ്യുന്നേരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാവും. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, അടിഭാഗം ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-20 മിനിറ്റോളം ഇത് വേവിക്കാൻ വെക്കണം. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ എല്ലാം വെന്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. പക്ഷേ ഇതിൽ ഒരെണ്ണം എനിക്ക് പണി തന്നിട്ടുണ്ട്. അതായത് ഫില്ലിങ്സ് ഓവർ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഫില്ല് ചെയ്യുന്നേരം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കൂന്തൽ അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയതിന് ശേഷം ആ ചൂടോടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ എന്താ പരിപാടി കഴിഞ്ഞ് ഇനി ഒരു പ്ലേറ്റിലേക്ക് വിളുമ്പോൾ കഴിക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ പിന്നെ മാസലാമ, ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.